പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നമ്മോടൊപ്പമായി തീരുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഏറ്റവും അനന്തമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗ നല്ല പിതാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന പൊന്നുതമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല ഈശോയെ, നല്ല ഈശോയെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കാണുവാനായി, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്വർഗം ചാഞ്ഞു വന്ന പൊന്നുതമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ സംസാരിച്ച പൊന്നുതമ്പുരാൻ ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യയായിരിക്കുന്നു. സ്നേഹനാഥ ഈശോയെ, ഇസ്രായേൽ ജനത്തെ മന്ന കൊടുത്തവിടുന്ന് പരിപോഷിച്ചു. പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് സ്വജീവൻ നൽകിക്കൊണ്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യയായിരിക്കുന്നു. ഇതാ ഇന്നും ജീവിക്കുന്ന ജീവനുള്ള പൊന്നുതമ്പുരാൻ നമ്മുടെ മധ്യയായിരിക്കുന്നു. അവനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ പൊന്നുതമ്പുരാൻ ഇതാ ഒരു ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യയായിരിക്കുന്നു. അവനെ ആരാധിക്കാം. ഈശോയെ, ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന പൊന്നുതമ്പുരാനെ. ഈശോയെ, നീ തടാകത്തിലൂടെ തോണിയിൽ യാത്ര ചെയ്തപ്പോൾ കാറ്റും കോളുമൊക്കെ വന്ന് ഭയപ്പെട്ട ശിഷ്യന്മാർ ഇതാ നീ അടുത്തുണ്ടായിരുന്നിട്ട് പോലും ഭയന്ന് വിറയ്ക്കുന്ന ഒരു സംഭവം. ഈശോയെ, എന്നിരുന്നാൽ ഈശോ എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ ഗുരുവും നാഥനുമായ തമ്പുരാൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ചിന്തിക്കേണ്ടതിന് പകരം അവർ ഈശോയെ വിളിച്ചുണർത്തുകയാണ്. ഗുരു, ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. തോണിയിൽ കിടന്നുറങ്ങുന്ന പൊന്നുതമ്പുരാൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് ആ ശിഷ്യന്മാരോട് പറയുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടണം? അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടണം? ഈശോയെ, ജീവിതമാകുന്ന തോണിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വൻ പ്രയാസങ്ങളും വേദനകളും ഞങ്ങളെ ആഞ്ഞടിക്കുമ്പോൾ പൊന്നുതമ്പുരാനെ, ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പൊന്നുതമ്പുരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നു. ഈശോയെ, ഈശോയെ, ജീവിതത്തിൻ്റെ യാത്രയിൽ ഞങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ തമ്പുരാനെ നിന്നെ വിളിച്ചുണർത്തുവാൻ ഞങ്ങൾ അറിയാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. കർത്താവേ, ഈശോയെ, നീ പറഞ്ഞുവല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ വലുത് കരം പിടിച്ചിട്ടുണ്ടെന്ന്. ഈശോയെ, ഞങ്ങളുടെ ഓരോ മക്കളുടെ ഹൃദയങ്ങളിലും നിന്റെ വചന വിത്താഴ്ന്നിറങ്ങട്ടപ്പാ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഏത് പ്രതിസന്ധികളെ നേരിടുവാൻ നിന്റെ വചനമാകുന്ന വിത്ത് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുമ്പിലായിരിക്കുവാൻ അവിടെ ഞങ്ങളെ വിളിച്ചുണർത്തിയല്ലോ. ഇന്ന് കർത്താവേ, ലോകത്തിൽ എത്രയോ മക്കൾ ഈ ലോകം ഏറ്റെടുക്കപ്പെടുമ്പോഴും എത്രയോ മക്കൾ പലവിധ രോഗപീഠകളായിരിക്കുമ്പോഴും കർത്താവേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു കൊണ്ട് ഞങ്ങളെ നീ വിളിച്ചുണർത്തി നിന്റെ സന്നിധിയിലായിരിക്കുവാൻ. കർത്താവേ, അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ചുണർത്തിയല്ലോ. കർത്താവേ, നിന്റെ വചനം നീ പറയുന്നല്ലോ, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന്. കർത്താവേ, നിന്റെ പ്രിയപ്പെട്ട മക്കളാ ഞങ്ങൾ ഓരോ മക്കളെയും കർത്താവേ നിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, ഞങ്ങളെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിൽ നിന്ന് അവിടുന്ന് വിടിവിക്കുവാനായിട്ട് സ്വർഗവും ഭൂമിയുടെ മധ്യേ മൂന്നിരുമ്പാണികളാൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിതറയ്ക്കപ്പെട്ട പൊന്നുതമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ കർത്താവേ രാജാതി രാജനായ അവിടുന്ന്
മനുഷ്യരൂപമെടുത്തുകൊണ്ട് ഇതാ മനുഷ്യരുടെ ഇടയിൽ കടന്നു വന്ന് അനേക മക്കൾക്ക് രോഗസൗഖ്യമേകിക്കൊണ്ട് അനേക മക്കളെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നീ കുരിശ് തറയ്ക്കപ്പെട്ടത്. ഈശോയെ, ഈശോയെ, ഞങ്ങൾക്കൊരപ്പനുണ്ടപ്പാ. ഈശോയെ, ആ ഒരു ബോധ്യം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും അവിടുന്ന് വിതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, നിന്നെ ആരാധിക്കാനാണ് ഈ ദേവത്തിൽ വരുന്ന ഒരു ബോധ്യം എല്ലാ മക്കളിലേക്ക് അവിടെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഓരോ മക്കളിലേക്ക് അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ജീവിതയാത്രയിലെ ഞങ്ങളെ പതറിപ്പോകുവാൻ നീ അനുവദിക്കരുത് കർത്താവേ. നിന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അവിടെ നിന്ന് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നല്ല ഈശോയെ, ഞങ്ങളുടെ ഈ ദേവാലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, ആശുപത്രിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീ തൊട്ടവരും നിന്നെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചല്ലോ കർത്താവേ. നിന്റെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പൊന്നുതമ്പുരാനെ, രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുടെ മേൽ നിന്റെ ശക്തി നീ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്റെ വസ്ത്രാന്തരത്തിൽ തൊട്ടപ്പോൾ നിന്നിൽ നിന്ന് ശക്തി ഇറങ്ങി. കർത്താവേ, നീ പറയുകയാണ്, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചു, എന്നെ ആരാണ് തൊട്ടതെന്ന്. പൊന്നുതമ്പുരാനെ, നിന്റെ സന്നിധിയിലിരുന്ന് അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശക്തി വ്യാപരിക്കട്ടപ്പാ. എല്ലാ മക്കളിലേക്കും കർത്താവേ നിന്റെ കൃപ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു മക്കളും നിരാശപ്പെട്ടു പോകുവാൻ നീ അനുവദിക്കരുത് കർത്താവേ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സ്നേഹസമ്പന്നമായ എൻ്റെ പൊന്നുതമ്പുരാനെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും, ഞങ്ങളുടെ ഇടവികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും എല്ലാ മക്കളെയും എല്ലാ യുവതി യുവാക്കളെയും ഒക്കെ അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. Christus.